യുദ്ധം കാരണം ലോകം മുഴുവൻ കഷ്ടപ്പെടുമ്പോൾ നമ്മുടേതടക്കമുള്ള പോക്കറ്റുകൾ പിഞ്ചു ചെയ്യപ്പെടുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയത് ഏകദേശം 10 ലക്ഷം കോടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്ത മാധ്യമ വാർത്തകൾ പറയുന്നു. ഡൊണാൾഡ് ട്രംപ് 2025 അദ്ദേഹത്തിന്റെ ഫൈനാൻഷ്യൽ ഗെയിൻ $1 ബില്യൺ, അതായത് ഏകദേശം 10,000 കോടി രൂപ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന് യുദ്ധം നടന്ന ദിവസങ്ങളിൽ ഏകദേശം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും 10 ലക്ഷം രൂപയോളം കിട്ടി എന്നാണ് പല എക്സ്പേർട്സും പറയുന്നത്. അതിനെക്കുറിച്ച് നല്ലൊരു പോസ്റ്റ് എഴുതിയ കെന്നി ജേക്കബിന്റെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഒന്ന് ഓർക്കുക, പലപ്പോഴും യുദ്ധങ്ങൾ രാജ്യസ്നേഹത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോസിനോ ഒന്നും വേണ്ടിയല്ല, ധനസമ്പാദന മാർഗമാണ് എന്നുള്ളതാണ് അതിന്റെ സത്യം. കെന്നി ജേക്കബ് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നന്നായി പോസ്റ്റുകൾ എഴുതുന്നൊരു വ്യക്തിയാണ്. വളരെ സീരിയസ് ആയ പോസ്റ്റാണ്. ചില പോസ്റ്റിനോട് യോജിപ്പാണ്, ചിലതിനോട് വിയോജിപ്പാണ്. അപ്പം കെന്നി ജേക്കബിന്റെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്കയും ഇസ്രായേലും തുടങ്ങിയ സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. 2 ആഴ്ചയിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ടാവില്ല എന്നതായിരുന്നു ആ പോസ്റ്റിന്റെ ഉള്ളടക്കം. പക്ഷേ ആ വിഷയത്തിൽ എനിക്ക് പൂർണ്ണമായും തെറ്റുപറ്റി. എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചുപോയി. ഇറാന്റെയും അമേരിക്കയുടെയും സൈനിക ശക്തികൾ തമ്മിലുള്ള താരതമ്യത്തിലല്ല എനിക്ക് തെറ്റുപറ്റിയത്, മറിച്ച് യുദ്ധത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്താണ്. വളരെ നല്ല പോയിന്റാണ്, ശ്രദ്ധിച്ച് കേൾക്കേണ്ട, ചിന്തിക്കേണ്ട പോയിന്റാണ്. ഇറാനെ പോലൊരു രാജ്യം മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നത് ഇസ്രായേലിനും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും ഭീഷണി ആയതുകൊണ്ട് തന്നെ ഇറാനെ ഒതുക്കാനുള്ള യുദ്ധമായിരിക്കും ഇതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഒരു യുദ്ധമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ലക്ഷ്യം സാധിച്ചിട്ട് യുദ്ധം അവസാനിപ്പിക്കണമല്ലോ. തുടക്കത്തിലെ നീക്കങ്ങൾ ഈ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്നതുമായിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവിനെ വളരെ തുടക്കത്തിൽ തന്നെ ബോംബിട്ട് കൊലപ്പെടുത്തി. എന്നാൽ പിന്നീട് സംഭവിച്ചത് നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഏതോ ജെയിംസ് ബോണ്ട് സിനിമയിലെ സൂപ്പർ വില്ലനെ പോലെയാണ് ട്രംപ് പിന്നീട് പെരുമാറിയത്. ഷെയർ മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് എന്ന തന്റെ പദവി വളരെ ഫലപ്രദമായി അയാൾ ദുരുപയോഗം ചെയ്തു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തതുപോലെ അയാൾ പല കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഇതിനിടയിലെല്ലാം ക്യാപിറ്റലിസത്തിന്റെ പൽത്താരയായ ഷെയർ മാർക്കറ്റ് ആടിയുലഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ മാർക്കറ്റ് ആടിയുലഞ്ഞ ഓരോ അവസരത്തിൽ നിന്നും കൃത്യമായി ചിലർ വലിയ തോതിൽ പണമുണ്ടാക്കി. ഈ വിഷയം ഇപ്പോൾ വിശദമായി അന്വേഷിച്ച ചില അമേരിക്കൻ മാധ്യമങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ട്രംപും അയാളുടെ കൂട്ടാളികളും യുദ്ധവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞതിലൂടെ ഈ കാലയളവിൽ $10 ബില്യൺ സമ്പാദിച്ചുവെന്നാണ്. മുമ്പ് പറഞ്ഞ ജെയിംസ് ബോണ്ട് സിനിമകളിലും ഇതേപോലൊരു കഥാപാത്രമുണ്ട്, ഒരു സൂപ്പർ വില്ലൻ. സാധാരണ ഷെയർ മാർക്കറ്റിലുള്ളവർ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പ്രവചിച്ച് പണമുണ്ടാക്കും. എന്നാൽ സൂപ്പർ വില്ലന്മാർ കാര്യങ്ങൾ സ്വയം നടത്തിയിട്ട് അതിൽ നിന്ന് പണമുണ്ടാക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, $10 ബില്യൺ ഒക്കെ ഉണ്ടാക്കാൻ ഇതിലും നല്ലൊരു മാർഗമുണ്ടോ? ഒരു കമ്പനി തുടങ്ങേണ്ട, കണ്ട സാധനങ്ങളൊന്നും നിർമ്മിക്കേണ്ട, ഒരു കോൺട്രാക്റ്റും എഴുതേണ്ട, ഒരു തൊഴിലാളിയെയും ജോലിക്കെടുക്കേണ്ട, അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുമില്ല. കൃത്യമായി ബെറ്റുകൾ വെക്കുക, തൻ്റെ കയ്യിലുള്ള അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് ലോകക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുക. രാവിലെ 10 ഇട്ടാൽ വൈകുന്നേരം 100മായി വീട്ടിൽ പോകാം. പ്യുവർ വൈറ്റ് മണി. ഇതാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ലോകത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇത് അമേരിക്കയിൽ മാത്രമല്ല സംഭവിക്കുന്നത്, നമ്മുടെ രാജ്യത്തും സംഭവിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാനുള്ള വിവരമോ ബുദ്ധിയോ നമ്മളിൽ പലർക്കുമില്ല. മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൽ എന്ന് പണ്ട് ആരോ പറഞ്ഞു. അങ്ങനെ ആയിരിക്കാം. എന്തായിരിക്കാം അങ്ങനെ പറയാൻ കാരണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് അത് പറഞ്ഞയാൾ എന്തോ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. നല്ല റൈറ്റിംഗ് ആണ്. അതായത് പലപ്പോഴും യുദ്ധങ്ങൾ മാനിപ്പുലേറ്റഡ് ആണ് എന്ന രീതിയിൽ ആർക്കും തർക്കം ഉണ്ടാകില്ല. ഇത് നമ്മുടെ ഈ യുദ്ധത്തിന്റെ കാലത്താണെങ്കിൽ 2025 ക്രിപ്റ്റോയിൽ നിന്നും റിയൽ എസ്റ്റേറ്റിൽ നിന്നും, ഇത് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്, $1 ബില്യൺ ആണ് എടുത്തത്. അതായത് നിങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് സാലറി എത്രയാണ്? അമേരിക്കൻ പ്രസിഡന്റ് സാലറി ഏകദേശം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് 5 ലക്ഷം രൂപയാണ് ബേസിക് സാലറി. അതിന് മേൽ ഒരുപാട് പേർക്സ് ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏകദേശം സാലറി എന്ന് പറയുന്നത് $33,333 ആണ് അതിന്റെ ബേസിക് സാലറി. അതായത് ഏകദേശം 31-32 ലക്ഷം രൂപ. 32 ലക്ഷം രൂപയുള്ള ശമ്പളമുള്ള ട്രംപ്, അല്ലെങ്കിൽ 3.5 കോടിയോ 3.25 കോടിയോ ശമ്പളമുള്ള ട്രംപ് 10 ലക്ഷം കോടിയും മറ്റും നേടുന്നത് ആൾക്കാരെ പറ്റിച്ചാണ്. അമേരിക്കയുടെയും മറ്റും യുദ്ധക്കൊതിയന്മാർക്ക് അവസരമൊരുക്കി ആ യുദ്ധത്തിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ശ്രീ കെനിയുടെ കാര്യം കണ്ടപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. ചിന്തിക്കേണ്ട കാര്യമാണ്. യുദ്ധങ്ങൾ പലപ്പോഴും രാജ്യത്തിനോ മതത്തിനോ ദൈവത്തിനോ വേണ്ടിയല്ല, സ്വാർത്ഥ ലാഭങ്ങൾക്കും സാമ്പത്തിക ലാഭങ്ങൾക്കും ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷന് വേണ്ടിയുമാണ് ചെയ്തതെന്ന് സത്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല.